ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. എന്ന് വെച്ചാൽ നഴ്സിംഗ് ട്യൂട്ടർ എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യണമെന്ന് എനിക്കറിയാം. കുറേ പേരൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നും അറിയാം. അപ്പോൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവർക്കും തുടങ്ങാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ നഴ്സിംഗ് ട്യൂട്ടർ എക്സാം ആദ്യമായിട്ട് ലാസ്റ്റ് ആയിട്ട് ഇപ്പോൾ നടത്തി 2015 അപ്പോൾ 2015 ക്വസ്റ്റ്യൻസ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് 2015 എക്സാം 17 ക്വസ്റ്റ്യൻസ് നഴ്സിംഗ് സൈഡിൽ നിന്നും ബാക്കി GK ആയിരുന്നല്ലേ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസാണ് GK ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. ബാക്കി 70 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് നഴ്സിംഗ് ട്യൂട്ടർ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലേന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീട്ടിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം വീഡിയോ കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നി ഫ്രണ്ട്സിനിടയിൽ ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. നഴ്സിംഗ് ട്യൂട്ടർ 2015 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വേൾഡ് ഫുഡ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ ഓപ്ഷൻ എ 4th July, ഓപ്ഷൻ ബി 16th October, ഓപ്ഷൻ സി 12th August, ഓപ്ഷൻ ഡി 4th May. വേൾഡ് ഫുഡ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എന്നാണ് 16th October ആണ്. 16th October വേൾഡ് ഫുഡ് ഡേ സെലിബ്രേറ്റഡ് ഓൺ 16th October. Second question, which of the following is aphasia in which the understanding is intact but ability to speak is lost? ഈ താഴെ പറയുന്നതിൽ ഏത് അഫേസിക്കാണ് സ്പീക്ക് ഉള്ള എബിലിറ്റി, സംസാരിക്കാനുള്ള എബിലിറ്റി നഷ്ടപ്പെടുന്നത്? ഓപ്ഷൻ എ സെൻസറി അഫേസിയ, ഓപ്ഷൻ ബി മോട്ടോർ അഫേസിയ, ഓപ്ഷൻ സി ഗ്ലോബൽ അഫേസിയ, ഓപ്ഷൻ ഡി പാർഷ്യൽ അഫേസിയ. ഓപ്ഷൻ ബി മോട്ടോർ അഫേസിയാണ് കറക്റ്റ് ആൻസർ. സെൻസറി അഫേസിയ എന്ന് പറയുമ്പോൾ ഡിഫിക്കൽറ്റി ഇൻ അണ്ടർസ്റ്റാൻഡിങ് റിട്ടൺ ആൻഡ് സ്പോക്കൺ ലാംഗ്വേജ്. ഗ്ലോബൽ അഫേസിയ എല്ലാ ആസ്പെക്റ്റും ലാംഗ്വേജിൻ്റെ എല്ലാ ആസ്പെക്റ്റിനും വിഷയം ഉണ്ടാക്കുന്ന ഒരു അഫേസിയാണ് ഗ്ലോബൽ അഫേസിയ. ഇനി അഫേസിയ എന്താണ്? നമ്മുടെ ലാംഗ്വേജിൻ്റെ ഏതെങ്കിലും അല്ലെങ്കിൽ സ്പീക്കിങ്ങിൻ്റെ ഒരു ഇന്നബിലിറ്റി, അതിനെന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നതിനെയാണ് അഫേസിയ എന്ന് പറയുന്നത്. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ, ഓൾട്രേഷൻ ഇൻ മൂഡ് ആൻഡ് അഫക്റ്റ് കൺസിസ്റ്റിംഗ് ഓഫ് സാഡ്നെസ് അപ്രോപ്രിയേറ്റ് ടു എ റിയൽ ലോസ് ഈസ് ടേംഡ് as. റിയൽ ലോസ് എന്ന് പറയുന്ന എന്താണ് ടെർമിനോളജി? അതായത് ഒരു റിയൽ ലോസ് ഉണ്ടായി അത് കാരണം പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ മൂഡും അഫക്റ്റും ഒക്കെ ചേഞ്ച് ആയി ഡിസ്റ്റർബ് ആയെങ്കിൽ അതിനെ എന്ത് പറയുന്നു? ഓപ്ഷൻ എ അപ്പതി, ഓപ്ഷൻ ബി ലേബിൾ മൂഡ്, ഓപ്ഷൻ സി ഗ്രീഫ്, ഓപ്ഷൻ ഡി ഡിപ്രഷൻ. ഓപ്ഷൻ സി ഗ്രീഫാണ് കറക്റ്റ് ആൻസർ. അപ്പതി എന്താണ്? നമുക്ക് ഒന്നിനോടുള്ള ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുന്നെങ്കിൽ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റിനെയാണ് അപ്പതി എന്ന് പറയുന്നത്. ലേബിൾ മൂഡ് എന്ന് പറയുന്നത് ഓൺ ഹു എക്സ്പീരിയൻസ് ഇറഗുലർ ആയിട്ടുള്ള ഇമോഷണൽ എക്സ്പീരിയൻസ് ആണ് ഒരാൾക്ക് ഉണ്ടാണെങ്കിൽ, ഇറഗുലർ ആയിട്ടുള്ള ഒരു ഇമോഷണൽ റെസ്പോൺസ് ആണ് ഒരാൾക്ക് എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ലേബിൾ മൂഡ് എന്ന് പറയുന്നു. അടുത്ത് ഗ്രീഫ്. ഗ്രീഫ് എന്ന് പറയുന്നത് നമ്മളൊരു റിയൽ ലോസ് ഉണ്ടാവുന്നു, അതിനോടുള്ള ഒരു മൂഡ് ആൻഡ് അഫക്റ്റൊക്കെ ചേഞ്ച് ചെയ്യുന്നു, അതിനെയാണ് ഗ്രീഫ് എന്ന് പറയുന്നത്. ഡിപ്രഷൻ എന്താണ്? ഒരു മൂഡ് ഡിസോർഡറാണ് ഡിപ്രഷൻ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർമേഷൻ ഓഫ് ക്യാവിറ്റീസ് ഫിൽഡ് വിത്ത് ഫ്ലൂയിഡ് ഇൻസൈഡ് ദ സ്പൈനൽ കോഡ്. നമ്മുടെ സ്പൈനൽ കോഡിനകത്ത് ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ളൊരു ക്യാവിറ്റി ഉണ്ടാവുന്നു, അതിനെന്ത് പറയുന്നു? ഓപ്ഷൻ എ മെനിഞ്ചോസീൽ, ഓപ്ഷൻ ബി സിറിഞ്ചോമയേലിയ, ഓപ്ഷൻ സി മെനിഞ്ചോമൈലോസീൽ, ഓപ്ഷൻ ഡി മൈലോസീൽ. സ്പൈനൽ കോഡിനകത്ത് ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി വരുന്നതിന് എന്താണ് പറയുന്നത്? സിറിഞ്ചോമയേലിയ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇമേജ് കണ്ടോ? ഇമേജ് കാണുന്നുണ്ടല്ലോ, ഇതാണ് സിറിഞ്ചോമയേലിയ. ഒരു ഫ്ലൂയിഡ് ഫിൽഡ് സിസ്റ്റ് ഉണ്ടാവുന്നു നമ്മുടെ സ്പൈനൽ കോഡിനകത്ത്. ഇനി മെനിഞ്ചോസീൽ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് മെനിഞ്ചോസീൽ. നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്ന് ഒരു പ്രൊട്രൂഡിങ് സാക്ക് വരുന്നു. ഒരു ബർത്ത് ഡിഫക്റ്റ് ആണ്. ഒരു പ്രൊട്രൂഡിങ് സാക്ക് വരുന്നു, അതിനകത്ത് ഫ്ലൂയിഡാണ് കാണപ്പെടുന്നത്, സ്പൈനൽ ഫ്ലൂയിഡ് മാത്രം, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് മാത്രമാണ് കാണുന്നത്, അതിനെയാണ് മെനിഞ്ചോസീൽ എന്ന് പറയുന്നത്. ഇനി മൈലോ മെനിഞ്ചോസീൽ എന്ന് പറയുമ്പോൾ ആ സാക്കിനകത്ത് ന്യൂറൽ ടിഷ്യൂസ് കൂടെ ഉണ്ടെങ്കിൽ അതിനെ മൈലോ മെനിഞ്ചോസീൽ എന്ന് പറയുന്നു. അപ്പോൾ ഡിഫറൻസിയേഷൻ മനസ്സിലായല്ലോ, മെനിഞ്ചോസീലും മൈലോ മെനിഞ്ചോസീലും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജാപ്പനീസ് എൻസെഫലൈറ്റിസ് വാക്സിൻ ഈസ് അഡ്മിനിസ്റ്റേർഡ് ത്രൂ. ജാപ്പനീസ് എൻസെഫലൈറ്റിസ് വാക്സിൻ കൊടുക്കുന്ന റൂട്ട് ഏതാണ്? ഓപ്ഷൻ എ ഇൻട്രാമസ്കുലർ, ഓപ്ഷൻ ബി സബ്ക്യൂട്ടേനിയസ്, ഓപ്ഷൻ സി ഓറൽ, ഓപ്ഷൻ ഡി ഇൻട്രാഡെർമൽ. ഓപ്ഷൻ ബി സബ്ക്യൂട്ടേനിയസ് റൂട്ടാണ് കറക്റ്റ് ആൻസർ.
Sixth question, morbid fear of open place is called xenophobia, claustrophobia, agoraphobia, ailurophobia. ഓപ്പൺ സ്പേസിനോടുള്ള ഫിയറിനെ എന്താണ് പറയുക? ഓപ്ഷൻ സി അഗോരോഫോബിയ. അഗോരോഫോബിയ ഓപ്പൺ സ്പേസ്, നമ്മളിപ്പോൾ ഒരു മൗണ്ടെയിൻ അല്ലെങ്കിൽ ഒരു കുന്നിൻ്റെ മുകളിൽ നിൽക്കുകയാണെന്ന് കരുതുക. ഓപ്പൺ ആയിട്ടൊരു സ്പേസ് ആണല്ലേ. അപ്പോൾ അഘോര നമ്മൾ പറയില്ലേ ഒത്തിരി ഇങ്ങനെ കണ്ണെത്താ ദൂരത്ത്, അപ്പോൾ അതിനെ അഘോരം എന്ന് ഉദ്ദേശിക്കുക. അപ്പോൾ ഓപ്പൺ ആയിട്ടൊരു സ്പേസിന് എന്താണ് പറയുന്നത്? അഗോരോഫോബിയ. ഇനി നമുക്ക് സീനോഫോബിയ എന്ന് പറഞ്ഞാൽ ഒരു ഫോറിൻ സ്ട്രേഞ്ചർ ആയിട്ടൊരു എക്സ്പീരിയൻസിനെയാണ് സീനോഫീലിയ എന്ന് പറയുന്നത്. ക്ലസ്ട്രോഫീബിയ എന്ന് പറയുമ്പോൾ ക്ലോസ്ഡ് സ്പേസ് അല്ലെങ്കിൽ ക്രൗഡഡ് ആയിട്ട് ഒരു സ്പേസ് ഉണ്ടെങ്കിൽ അതിനെ ക്ലസ്റ്ററോഫോബിയ എന്ന് പറയുന്നു, അതിനോടുള്ള ഫിയർ. എയിലുറോഫോബിയ എന്ന് പറയുമ്പോൾ ഇൻറ്റൻസ് ഫിയർ ഓഫ് കാറ്റ്, കാറ്റിനോടുള്ള അതായത് പൂച്ച അതിനോടുള്ള ഫിയറാണ് എയിലുറോഫോബിയ. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് സെവൻത് ക്വസ്റ്റ്യൻ, അക്യൂട്ട് ഓർ ക്രോണിക് കണ്ടീഷൻ ഓഫ് ദ സ്കിൻ ക്യാരക്ടറൈസ്ഡ് ബൈ റിക്കറൻറ്റ് അപ്പിയറൻസ് ഓഫ് വീൽസ് കോസിങ് ഇറിറ്റേഷൻ. ക്രോണിക് അല്ലെങ്കിൽ അക്യൂട്ടായിട്ടൊരു കണ്ടീഷനാണ്, നമ്മുടെ സ്കിന്നിൽ വീൽസ് വരുന്നു, അത് കാരണം പേഷ്യൻ്റ് ഒരു ഇറിറ്റേഷൻ വരുന്നു. അതിനെന്താണ് പറയുക? ഓപ്ഷൻ എ ഡെർമറ്റൈറ്റിസ്, ഓപ്ഷൻ ബി സോറിയാസിസ്, ഓപ്ഷൻ സി യൂട്രിക്കാരിയ, ഓപ്ഷൻ ഡി എക്സിമ. അങ്ങനെ വരുന്ന ലീഷൻസിനെ, അതൊരു വീൽ അപ്പിയർ ആവുന്നു, അത് കാരണം ഇറിറ്റേഷൻ ഉണ്ടാകുന്ന ലീഷനെ എന്താണ് പറയുക? ഓപ്ഷൻ സി യൂട്രിക്കാരിയ. ആ കണ്ടീഷനെ പറയുന്ന പേരെന്താണ്? യൂട്രിക്കാരിയ. എയ്ത്ത് ക്വസ്റ്റ്യൻ, എക്സ്ട്രാവസേഷൻ ഓഫ് യൂറിൻ ഇൻ ടു ദ സെല്ലുലാർ ടിഷ്യൂ ഡ്യൂ ടു റപ്ചർ ഓഫ് ബ്ലാഡർ ഈ സീൻ ഇൻ പെൽവിക് ഫ്രാക്ചർ. പെൽവിക് ഫ്രാക്ചറിൽ കാണപ്പെടുന്ന ഒരു കണ്ടീഷനാണ്. നമ്മുടെ ബ്ലാഡർ റപ്ചറായിട്ട് എന്ത് ചെയ്യും? യൂറിൻ എക്സ്ട്രാവസേറ്റ് ചെയ്ത് സെല്ലുലാർ ടിഷ്യൂലോട്ട് പോകുന്നു. ആ കണ്ടീഷനെ പറയുന്ന പേര്? ഓപ്ഷൻ എ യൂറിക്കൈസിസ്, ഓപ്ഷൻ ബി സിസ്റ്റോസീൽ, ഓപ്ഷൻ സി ന്യൂറോജനിക് ബ്ലാഡർ, ഓപ്ഷൻ ഡി ഹൈഡ്രോനെഫ്രോസിസ്. ഓപ്ഷൻ എ യൂറിക്കൈസിസ് ആണ് കറക്റ്റ് ആൻസർ. പെൽവിക് ഫ്രാക്ചറിൻ്റെ സമയത്ത് ബ്ലാഡർ റപ്ചറായിട്ട് നമ്മുടെ യൂറിൻ എക്സ്ട്രാവസേറ്റ് ചെയ്ത് സെല്ലുലാർ ടിഷ്യൂലോട്ട് പോകുന്ന കണ്ടീഷനാണ് യൂറിക്കൈസിസ്. നയൻത് ക്വസ്റ്റ്യൻ, carpal spasm when the upper arm is compressed is cause ischemia to the nerve distally. നമ്മുടെ അപ്പർ ആം കംപ്രസ് ചെയ്യുമ്പോൾ കാർപ്പൽ സ്പാസം ഉണ്ടാകുന്നു. അതിന് പറയുന്ന പേര്? ഓപ്ഷൻ എ ഹൊമാൻസൈൻ, ഓപ്ഷൻ ബി ട്രൊസാസോ സൈൻ, ഓപ്ഷൻ സി ചൗസ്റ്റിക് സൈൻ, ഓപ്ഷൻ ഡി കേർണിംഗ് സൈൻ. ഇനി നമുക്കത് ഓരോന്നും എന്ത് സൈനാന്ന് നോക്കാം, അത് കഴിഞ്ഞിട്ട് ആൻസർ പറയാം. ഹൊമാൻസൈൻ ചെയ്യുന്നത് നമ്മൾ ആ ഇമേജ് കണ്ടോ, നമ്മുടെ കാഫ് മസിൽ ഫൂട്ട് ഡോർസിഫ്ലെക്സ് ചെയ്തിട്ട് കാഫ് മസിലിൽ സ്ക്യൂസ് ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടാവുന്നു. ഏതിലാണ് ഉണ്ടാകുന്നത്? ഹൊമാൻസൈൻ പോസിറ്റീവ് ആണെങ്കിൽ പെയിൻ ഉണ്ടാവുന്നു. ഡീപ്പ് വെയിൻ ത്രോംബോസിസിലൊക്കെ കാണുന്ന സൈനാണ് ഹൊമാൻസൈൻ. ഇനി ട്രൊസാസോ സൈൻ, നമ്മളൊരു ബി പി കഫ് അപ്പർ ആമിൽ ഇൻഫ്ലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാർപ്പോപെഡൽ സ്പാസം കാണുന്നു. കാർപ്പോപെഡൽ സ്പാസം ഇമേജ് കണ്ടോ, അതാണ് ട്രൊസാസോ സൈൻ. ഇതല്ലേ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അപ്പോൾ ആൻസർ ഏതാണ്? ട്രൊസാസോ സൈനാണ് ആൻസർ. നമ്മൾ അപ്പർ ആമിനെ കംപ്രസ് ചെയ്യുന്നു. എന്തുപയോഗിച്ച്? ഇവിടെ ഒരു ബി പി കഫ് ഉപയോഗിച്ച് കംപ്രസ് ചെയ്യുമ്പോൾ കാർപ്പോപെഡൽ സ്പാസം സംഭവിക്കുന്നതാണ് ട്രൊസാസോ സൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നമ്മൾ ചോപ്സ്റ്റിക് സൈൻ ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലേ. ചോപ്സ്റ്റിക് സൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ചെവിയുടെ മുന്നിലായിട്ട്, അതായത് ആൻറ്റീരിയർ ടു ദ ഇയർ നമ്മുടെ നെർവ് പോകുന്നുണ്ട്, ഫേഷ്യൽ നെർവ്. അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ ടിച്ചിങ് ഓഫ് ദ ലിപ്പ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഫേഷ്യൽ മസിലെല്ലാം സ്പാസമായിട്ട് മുഖത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ മാറുന്നു. കണ്ടോ, ഫേസ് കണ്ടോ, അതിനെയാണ് ചോപ്സ്റ്റിക് സൈൻ പറഞ്ഞത്. ഈ രണ്ട് സൈന് ഹൈപ്പോകാൽസീമിയയിൽ കാണുന്നതാണ് കേട്ടോ, ചോപ്സ്റ്റിക് സൈനും ട്രൊസാസോ സൈനും. ഇനി നെക്സ്റ്റ് ഒരെണ്ണം പറഞ്ഞു കേർണിംഗ് സൈൻ. കേർണിംഗ് സൈൻ കാണുന്നത് മെനിഞ്ചൈറ്റിസിലാണ്. ഓക്കെ, പേഷ്യൻ്റ് ലൈ ചെയ്തിട്ട് തൈ ഫ്ലെക്സ് ചെയ്യും ടു ദ അബ്ഡോമൻ. അപ്പോൾ ലെഗ് ആണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല, പെയിൻ ആയിരിക്കും. അതിനെയാണ് കേർണിംഗ് സൈൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ട്രൊസാസോ സൈൻ. ഓക്കെ, 10th ക്വസ്റ്റ്യൻ, എ കണ്ടീഷൻ ഓഫ് പാൻക്രിയാറ്റിക് ട്യൂമർ കോസിങ് എക്സസീവ് ഔട്ട്പോറിംഗ് ഓഫ് ഗ്യാസ്ട്രിക് ജ്യൂസ്. ഒരു പാൻക്രിയാറ്റിക് ട്യൂമറുണ്ട്. അപ്പോൾ ആ ട്യൂമർ കാരണം നമ്മുടെ സ്റ്റൊമക്കാണെങ്കിൽ ഗ്യാസ്ട്രിക് ജ്യൂസ് എക്സസീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ കണ്ടീഷനെ പറയുന്ന പേര്? ഓപ്ഷൻ എ ഡംപിങ് സിൻഡ്രോം, ഓപ്ഷൻ ബി ഐലസ് ട്യൂമർ, ഓപ്ഷൻ ബി സോളിഞ്ചർ എലിസൺ സിൻഡ്രോം, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്.
ഓപ്ഷൻ സി സോളിഞ്ചർ എലിസൺ സിൻഡ്രോം ആണ് കറക്റ്റ് ആൻസർ. സോളിഞ്ചർ എലിസൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും ഒരു ട്യൂമർ കാരണം സ്റ്റൊമക്ക് അധികമായിട്ട് ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഔട്ട്പോർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്, ഒരു കണ്ടീഷനാണ് സോളിഞ്ചർ എലിസൺ സിൻഡ്രോം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11. റാപ്പിഡ് സ്പീച്ച് ഇൻ വിച്ച് ദ വേർഡ്സ് ആർ സ്ട്രങ് ടുഗദർ വിത്തൗട്ട് മീനിങ്. റാപ്പിഡായിട്ട് പേഷ്യൻ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആ പറയുന്ന വേർഡ്സ് ഒന്നും തമ്മിലൊരു മീനിങ്ങും ഇല്ല, കുറേ വാക്കുകൾ വെച്ചേക്കുന്നു, കുറേ വേർഡ്സ് എടുത്ത് വെച്ചേക്കുന്നു. അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വേർഡ് സലാഡ്, ഓപ്ഷൻ ബി ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ്, ഓപ്ഷൻ സി നിയോലോജിസം, ഓപ്ഷൻ ഡി എക്കോലാലിയ. ഓപ്ഷൻ എ വേർഡ് സലാഡാണ് കറക്റ്റ് ആൻസർ. ഇനി ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് എന്തുവാ? ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ടോക്ക് ചെയ്യുവാണെങ്കിൽ ഒരു ഐഡിയയിൽ നിന്ന് ഇപ്പോൾ ഒരു കാര്യത്തിനെ പറ്റി പറഞ്ഞിട്ട് അടുത്ത കാര്യത്തിനോട്ട് പറ്റിപ്പോവും പെട്ടെന്ന്. അതായത് നമ്മൾ ഒരു ട്രാക്കിൽ നിന്ന് ചാടി അടുത്ത ട്രാക്കിലോട്ട് പോകും, ചാടി പോകുന്നു. അതാണ് ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ്. ഒരു ഐഡിയയിൽ നിന്ന് അടുത്തൊരു ഐഡിയയിലോട്ട് പോകുന്നു. നിയോലോജിസം എന്ന് പറയുന്നത് പേഷ്യൻ്റ് സ്വന്തമായിട്ടൊരു ന്യൂ വേർഡ് കോയിൻ ചെയ്യുന്നു. അതിന് ഒരു മീനിങ് കാണും, പക്ഷേ പേഷ്യൻറ്റിൻ്റെ രീതിയിലൊരു മീനിങ് കാണും, പക്ഷെ നമുക്കത് മനസ്സിലാകത്തില്ല. അതാണ് നിയോലോജിസം. എക്കോലാലി എന്ന് പറയുമ്പോൾ ഒരാൾ പറയുന്നത് പേഷ്യൻ്റ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ സ്റ്റാഫും ഒരു നേഴ്സും പേഷ്യൻ്റ് സംസാരിക്കുകയാണെന്ന് കരുതിക്കോ, ആ നേഴ്സ് പറഞ്ഞ ഒരു കാര്യം പേഷ്യൻ്റ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ എക്കോലാലി. ഇനി പാലിലാലിയുണ്ട്. പാലിലാലി എന്ന് പറയുന്നത് പേഷ്യൻ്റ് പറയുന്ന ഒരു കാര്യം തന്നെ പേഷ്യൻ്റ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതാണ് പാലിലാലിയ. ഓക്കെ, ക്ലിയർ ആണല്ലോ? 12th ക്വസ്റ്റ്യൻ. ക്ലബ് ഫുഡ് വിത്ത് ഇന്നർ എഡ്ജ് ഓൺലി കോണ്ടാക്ട് വിത്ത് ദ ഗ്രൗണ്ട് ആൻഡ് ഫുഡ് ടേൺ ഔട്ട്വേർഡ്. ഒരു ക്ലബ് ഫുഡിൻ്റെ ടൈപ്പാണ്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ടച്ച് ചെയ്യുന്നത് ഇന്നർ എഡ്ജാണ് ഫുഡിൻ്റെ. ഇനി അടുത്ത ഫുഡ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ടേൺ ഔട്ട്വേർഡ്. ഫുഡ് ടേൺ ഔട്ട്വേർഡ് ചെയ്തിരിക്കുന്നു, പക്ഷേ ഇന്നർ എഡ്ജ് ഗ്രൗണ്ടുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. ഓപ്ഷൻ എ ജെനു വാൽഗം, ഓപ്ഷൻ ബി ടാലിപ്പസ് ഹാലൂസ്, ഓപ്ഷൻ സി ജെനു വാരം, ഓപ്ഷൻ ഡി ടോർട്ടിക്കോളിസ്. ഓപ്ഷൻസ് കണ്ടല്ലോ, ആൻസർ ഏതാണ്? ടാലിപ്പസ് ഹാലൂസ്. ഇനി ടോർട്ടിക്കോളിസ് എന്ന് പറയുന്നത് നമ്മുടെ നെക്കിനുണ്ടാകുന്നൊരു ഇഷ്യൂ ആണ്. നമ്മുടെ നെക്കാണെങ്കിൽ ടിച്ചിങ് ചെയ്തിരിക്കും, നെക്ക് കൺട്രാക്ട് ചെയ്തിരിക്കുന്നതിനാണ് ടോർട്ടിക്കോളിസ് എന്ന് പറയുന്നത്. ബാക്കി മൂന്നും ക്ലബ് ഫുഡിൻ്റെ ടൈപ്പാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അബ്നോർമൽ പെയിൻലെസ് വജൈനൽ ബ്ലീഡിംഗ് ഈസ് സീൻ ഇൻ ഓപ്ഷൻ എ എക്ടോപിക് പ്രഗ്നൻസി, ഓപ്ഷൻ ബി പ്രീ എക്ലാംസിയ, ഓപ്ഷൻ സി പ്ലാസൻറ്റ പ്രീവിയ, ഓപ്ഷൻ ഡി അബോർഷൻ. പെയിൻലെസ് വജൈനൽ ബ്ലീഡിംഗ് കാണുന്നതിന് പറയുന്ന പേര്. എക്ടോപിക് പ്രഗ്നൻസി എന്താണ്? നമ്മുടെ ഫീറ്റസ് അതർ ദാൻ യൂട്രൈൻ ക്യാവിറ്റിയിൽ വേറെ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിന് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ എക്ടോപിക് പ്രഗ്നൻസി കാണുന്നത് ഏതിലാണ്? ഫലോപ്പിയൻ ട്യൂബൽ പ്രഗ്നൻസിയാണ് കാണുന്നത്. ഓപ്ഷൻ ബി പ്രീ എക്ലാംസിയ. പ്രീ എക്ലാംസിയ എന്ന് പറയുമ്പോൾ പ്രഗ്നൻറ്റ് ടൈമിൽ ഹൈപ്പർടെൻസീവ് ആവുന്നതിനാണ് പ്രീ എക്ലാംസിയ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രോട്ടീൻ്റെ ഒക്കെ കൂടുതൽ കാണപ്പെടുന്നുണ്ട് യൂറിനിൽ. ഓപ്ഷൻ സി പ്ലാസൻറ്റ പ്രീവിയ ആണ് പെയിൻലെസ് വജൈനൽ ബ്ലീഡിംഗ്. ഇനി പെയിൻഫുൾ വജൈനൽ ബ്ലീഡിംഗ് ഡ്യൂറിങ് പ്രഗ്നൻസി ഏതാണ്? അബ്രഷ്യോ പ്ലാസൻറ്റ. അബ്രഷ്യോ പ്ലാസൻറ്റ എന്ന് പറയുന്നത് എന്താണ്? പ്ലാസൻറ്റ ഡിറ്റാച്ച്മെൻറ്റും പ്ലാസൻറ്റ പ്രീവിയ എന്ന് പറയുമ്പോൾ ലോ ലൈയിങ് പ്ലാസൻറ്റയാണ്. ഓക്കെ, ഇൻറ്റേർണൽ ഓസിനോട് ചേർന്നായിരിക്കും പ്ലാസൻറ്റ കാണപ്പെടുന്നത്. ഇനി ഓപ്ഷൻ ഡി അബോർഷൻ എന്ന് പറയുമ്പോൾ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ ഫീറ്റസ് എക്സ്പ്ലോർ ചെയ്ത് പോകാം, എക്സ്പെൽഷൻ ഓഫ് ഫീറ്റസ്. ഓക്കെ, അപ്പോൾ ആൻസർ ഇതാണ്. ഓപ്ഷൻ സി പ്ലാസൻറ്റ പ്രീവിയാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 15th. മോസ്റ്റ് കോമൺ കോസ് ഓഫ് പൾമണറി എംബോളിസം ഈസ് ഓപ്ഷൻ എ നിയോപ്ലാസം, ഓപ്ഷൻ ബി DVT ഡീപ് വെയിൻ ത്രോംബോസിസ്, ഓപ്ഷൻ സി പൾമണറി ഹൈപ്പർ ടെൻഷൻ, ഓപ്ഷൻ ഡി എംബോളിക് സ്ട്രോക്ക്. പൾമണറി എംബോളിസത്തിന് ഏറ്റവും കോമൺ ആയിട്ടുള്ള കോസ് എംബോളിക് സ്ട്രോക്ക് ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് 15th ക്വസ്റ്റ്യൻ. ആബ്സെൻസ് ഓർ ഡിഫക്റ്റീവ് ഡെവലപ്മെൻറ്റ് ഓഫ് ജോ ഈസ് കോൾഡ് ഓപ്ഷൻ എ അഗ്ലോസിയ, ഓപ്ഷൻ ബി അഗ്നോസിയ, ഓപ്ഷൻ സി അഗ്ലൂട്ടീഷൻ, ഓപ്ഷൻ ഡി അഗ്നാത്യ. ഓക്കെ, ഡിഫക്റ്റീവ് ഡെവലപ്മെൻറ്റ് ഓഫ് ജോ അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് ജോ ഈസ് കോൾഡ്. ഓപ്ഷൻ ഡി അഗ്നാത്യയാണ് കറക്റ്റ് ആൻസർ, അഗ്നാത്യ. ഇനി അഗ്ലോസിയ എന്ന് പറയുമ്പോൾ ഗ്ലോസ് എന്ന് പറയുന്നത് നമ്മൾ എന്താ ഗ്ലോസൽ
നാക്കാണല്ലേ, ടങ്കാണ്. അപ്പോൾ കഞ്ചനൈറ്റലായിട്ട് എന്തെങ്കിലും പാർഷ്യൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് ടങ്കിനെയാണ് അഗ്ലോസിയ എന്ന് പറയുന്നത്. അഗ്നോസിയ എന്ന് പറയുമ്പോൾ നമ്മളൊരു റിക്കഗ്നൈസ് ചെയ്യുന്നതിൻ്റെ ഉള്ള കഴിവ് നഷ്ടപ്പെടുന്ന ഒരു ഒബ്ജക്റ്റോ ഒരു പേഴ്സണെയൊക്കെ റിക്കഗ്നൈസ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നതിനാണ് അഗ്നോസിയ എന്ന് പറയുന്നത്. അഗ്ലൂട്ടീഷൻ എന്ന് പറയുന്നത് ഇന്നബിലിറ്റി ടു സോളോ. ഇനി അഗ്നാത്തിയ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ആബ്സെൻസ് ഓഫ് എ പോർഷൻ ഓർ എൻറ്റയർലി ഓഫ് ജോ, അതിനെയാണ് അഗ്നാത്തിയ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് 16th, ദ കോസ്റ്റി ഓർഗാനിസം ഓഫ് എയ്ഡ്സ് വാസ് ഡിസ്കവേർഡ് ഇൻ ദ ഇയർ ഓഫ് 1982. കറക്റ്റ് ഇയർ മാത്രം പഠിച്ചതെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല. എയ്ഡ്സിൻ്റെ ഓർഗാനിസം ഡിസ്കവർ ചെയ്തത് 1982 1982. ഓക്കെ, മറന്നു പോരുതേ, 1982. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സെൽ ഓർഗനല്ലേ ഈസ് ഫസ്റ്റ് ഡാമേജ്ഡ് ഇൻ ഹൈപ്പോക്സിയ? ഫസ്റ്റ് ഡാമേജ് ആവുന്ന സെൽ ഓർഗനല്ലയാണ് മൈറ്റോകോൺട്രിയ. വിച്ച് സെൽ ഓർഗനല്ലേ ഈസ് ഫസ്റ്റ് ഡാമേജ്ഡ് ഇൻ ഹൈപ്പോക്സിയ? ആൻസർ മൈറ്റോകോൺട്രിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് ന്യൂറോളജിക്കൽ ഫംഗ്ഷൻ ഇൻ എ പേഷ്യൻ്റ് ഈസ്? ഓപ്ഷൻ എ ലെവൽ ഓഫ് കോൺഷ്യസ്നസ്, ഓപ്ഷൻ ബി EEG, ഓപ്ഷൻ സി വൈറ്റൽ സൈൻസ്, ഓപ്ഷൻ ഡി MRI. ഏതായിരിക്കും റിലയബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ന്യൂറോളജിക്കൽ ഫംഗ്ഷൻ്റെ? ലെവൽ ഓഫ് കോൺഷ്യസ്നസ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് 19th, ദ മോസ്റ്റ് കോമൺ തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ ഫോർ മാനേജ്മെൻറ്റ് ഓഫ് ടോക്സിക് ഇഞ്ചക്ഷൻ. ടോക്സിക് ഇഞ്ചക്ഷൻ എന്തെങ്കിലും പോയിസണിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ. ഇപ്പിക്കാക്, ഓപ്ഷൻ എ, ഓപ്ഷൻ ബി അപ്പോമോർഫിൻ, ഓപ്ഷൻ സി ആക്ടിവേറ്റഡ് ചാർക്കോൾ, ഓപ്ഷൻ ഡി നോർമൽ സാലൈൻ. ടോക്സിക് ഇഞ്ചക്ഷൻ നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ സി ആക്ടിവേറ്റഡ് ചാർക്കോൾ. അത് ആർക്കും ഡൗട്ട് കാണത്തില്ലല്ലേ, നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 20, സബ്സ്റ്റിറ്റ്യൂഷൻ വാലിൻ ഓഫ് ഗ്ലൂട്ടമിക് ആസിഡ് ഇൻ ദ ബീറ്റ ചെയിൻ ഓഫ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ്റെ ബീറ്റ ചെയിനിൽ ഗ്ലൂട്ടമിക് ആസിഡിന് പകരം വാലിൻ വന്നിരിക്കുകയാണെങ്കിൽ അത് ഏത് കണ്ടീഷനാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് വാലിൻ ഫോർ ഗ്ലൂട്ടമിക് ആസിഡ് ഇൻ ദ ബീറ്റ ചെയിൻ ഓഫ് ഹീമോഗ്ലോബിൻ. ഓപ്ഷൻ എ ഹീമോലൈറ്റിക് അനീമിയ, ഓപ്ഷൻ ബി അപ്ലാസ്റ്റിക് അനീമിയ, ഓപ്ഷൻ സി തലാസീമിയ, ഓപ്ഷൻ ഡി സിക്കിൾ സെൽ അനീമിയ. ആൻസർ ഏതാണ്? വാലിനും ഗ്ലൂട്ടമിക് ആസിഡൊക്കെ നമ്മൾ എവിടെയാണ് പഠിക്കുന്നത്? ഏത് കണ്ടീഷനിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? സിക്കിൾ സെൽ അനീമിയ. ഓപ്ഷൻ ഡി സിക്കിൾ സെൽ അനീമിയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ. 21, projectile omitting which is non-bilious is seen in? Option A hiatal hernia, option B pyloric stenosis, option C gastroenteritis, option D meningitis. Projectile omitting which is non-bilious seen in pyloric stenosis. പ്രൊജക്റ്റൈൽ ഒമിറ്റിൻ്റെ പി, പൈലോറിക് സ്റ്റീനോസിസിൻ്റെ പി. ഓർത്തിരിക്കുക, പ്രൊജക്റ്റൈൽ ഒമിറ്റ് ചിൽഡ്രൻസിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കണ്ടീഷൻ പൈലോറിക് സ്റ്റീനോസിസ് ആണ്. ഓക്കെ. 22nd, ക്ലോറിൻ ഡിമാൻഡ് ഓൺ വാട്ടർ ഈസ് മെഷേർഡ് ബൈ. നമുക്ക് വാട്ടറിൽ ക്ലോറിൻ്റെ ഡിമാൻഡ് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്. ഓപ്ഷൻ എ ക്ലോറിമീറ്റർ, ഓപ്ഷൻ ബി ഡബിൾ പോട്ട് മെത്തേഡ്, ഓപ്ഷൻ സി ബെർഗ്ഫീൽഡ് ഫിൽറ്റർ, ഓപ്ഷൻ ഡി ഹൊറാക്കോഫ് അപ്പാരറ്റസ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ക്ലോറിമീറ്റർ, ഓപ്ഷൻ ബി ഡബിൾ പോട്ട് മെത്തേഡ്, ഓപ്ഷൻ സി ബെർഗ്ഫീൽഡ് ഫിൽറ്റർ, ഓപ്ഷൻ ഡി കൊറാക്കോഫ് അപ്പാരറ്റസ്. ഹൊറാക്കോഫ് അപ്പാരറ്റസ് ആണ് കറക്റ്റ് ആൻസർ. ഡിമാൻഡ് അറിയാൻ വേണ്ടി നമ്മൾ ഹൊറാക്കോഫ് അപ്പാരറ്റസ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി ക്ലോറിനെ മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ക്ലോറിൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ടൊക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ക്ലോറിമീറ്റർ. പിന്നെ ഡബിൾ പോട്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെൽസ്, കിണറൊക്കെ ഡിസിൻഫെക്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡബിൾ പോട്ട് മെത്തേഡ്. ഇനി ബെർഗ്ഫീൽഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയൽ വാട്ടർ ഫിൽറ്ററാണ്. നമ്മുടെ മൈക്രോബയോളജിക്കൽ ലാബിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫിൽറ്ററാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ 23, നാഷണൽ ഫാമിലി ഹെൽത്ത് പ്ലാനിംഗ് പ്രോഗ്രാം ലോഞ്ച്ഡ് ഇൻ ദ ഇയർ ഓഫ് 1952. നമ്മുടെ ഇന്ത്യയിലാണ് ആദ്യമായിട്ട് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം വന്നത്. നാഷണൽ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം ഏത് വർഷമാണ് വന്നത്? 1952, 1952. ഓക്കെ, 1952 നാഷണൽ ഫാമിലി ഹെൽത്ത് പ്ലാനിംഗ് പ്രോഗ്രാം വന്നത്.
ഫാമിലി പ്ലാനിങ്, ഫാമിലി ഹെൽത്ത് അല്ല, ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം അത് ആരാണ് കൊണ്ടുവന്നത്, എവിടെയാണ് വന്നത്? ഇന്ത്യയിലാണ് വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർനീഷ്യസ് അനീമിയ. ഓപ്ഷൻ എ സ്ട്രോബെറി ടങ്, ഓപ്ഷൻ ബി കോട്ടഡ് ടങ്, ഓപ്ഷൻ സി ഫിഷർ ടങ്, ഓപ്ഷൻ ഡി ബീഫി റെഡ് ടങ്. ഓപ്ഷൻ ഡി ബീഫി റെഡ് ടങ് ആണ്. ആ ഇമേജ് ഓർത്തിരിക്കുക, മറന്നു പോകരുത്. പെർനീഷ്യസ് അനീമിയയിൽ ബീഫി റെഡ് ടങ് ആണ്. ഫോട്ടോതെറാപ്പി റെഡ്യൂസ് സിറം ബിലിറുബിൻ ത്രൂ. ഇതിലേത് പ്രോസസ്സ് വഴിയാണ് സിറം ബിലിറുബിൻ കുറയുന്നത്? ഓപ്ഷൻ എ ഫോട്ടോ ഓക്സിഡേഷൻ, ഓപ്ഷൻ ബി ഫോട്ടോ ഐസോമെറൈസേഷൻ, ഓപ്ഷൻ സി ഫോട്ടോ കോൺജുഗേഷൻ, ഓപ്ഷൻ ഡി സ്ട്രക്ചറൽ ചേഞ്ചസ്. ഫോട്ടോതെറാപ്പിയിൽ റെഡ്യൂസ് ചെയ്യുന്ന ഏത് പ്രോസസ്സ് വഴിയാണ്? ഓപ്ഷൻ ബി ഫോട്ടോ ഐസോമെറൈസേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 26th. ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെൻറ്റ് കമ്മിറ്റീസ് ബൈ ഓപ്ഷൻ എ മുതലിയാർ, ഓപ്ഷൻ ബി ശ്രീവാസ്തവ്, ഓപ്ഷൻ സി മുഖർജി, ഓപ്ഷൻ ഡി ബോർ. ബോർ കമ്മിറ്റിയുടെ മറ്റൊരു പേരാണല്ലേ ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെൻറ്റ് കമ്മിറ്റി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെറ്റാ പാരഡിഗം ഓഫ് നഴ്സിംഗ്? മെറ്റാ പാരഡിഗത്തിനെ പറ്റിയിട്ട് ഇത് തിയറീസിനെ പറ്റിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഓപ്ഷൻ എ പേഴ്സൺ, ഓപ്ഷൻ ബി എൻവയോൺമെൻറ്റ്, ഓപ്ഷൻ സി ഡയഗ്നോസിസ്, ഓപ്ഷൻ ഡി നഴ്സിംഗ്. ഇതിലേതാണ് മെറ്റാ പാരഡിഗം അല്ലാത്തത്? സി ഡയഗ്നോസിസ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് മെറ്റാ പാരഡിഗം? പേഴ്സൺ, ഹെൽത്ത്, എൻവയോൺമെൻറ്റ്, നഴ്സിംഗ്. ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, ലിങ്ക് കൊടുത്തേക്കാം, കണ്ടു നോക്കാം. 28th question, the gradual decrease of the body temperature after death. A. Livor mortis, B. Algor mortis, C. Rigor mortis, D. Hypothermia. ബോഡി ടെമ്പറേച്ചർ ഗ്രാജുവലായിട്ട് കുറയുന്നതിനെ പറയുന്ന പേര് ഏതാണ്? ആൽഗർ മോർട്ടിസ്. ആൽഗർ മോർട്ടിസ്. ഇനി ലിവർ മോർട്ടിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കളർ ചേഞ്ച് ഉണ്ടാവുന്നതിനെയാണ് ലിവർ മോർട്ടിസ് എന്ന് പറയുന്നത്. റൈഗർ മോർട്ടിസ് എന്ന് പറഞ്ഞാൽ ബോഡിയൊക്കെ സ്റ്റിഫാവുന്നതിനെയാണ് റൈഗർ മോർട്ടിസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൽഗർ മോർട്ടിസ് ടെമ്പറേച്ചർ കുറയുന്നു, റൈഗർ മോർട്ടിസ് സ്റ്റിഫനിങ് ആവുന്നു, ലിവർ മോർട്ടിസ് കളർ ചേഞ്ച് ഉണ്ടാവുന്നു. ഓക്കെ, 29th question, ബെൽസ് പാൽസി അഫക്ട് ദ വിച്ച് ക്രേനിയൽ നെർവ്? ഫേഷ്യൽ നെർവിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് അല്ലേ ബെൽസ് പാൽസി. അത് എത്രാമത്തെ ക്രേനിയൽ നെർവാണ്? ഓപ്ഷൻ എ സെക്കൻഡ്, ഓപ്ഷൻ ബി തേർഡ്, ഓപ്ഷൻ സി ക്രേനിയൽ നെർവ്, ഓപ്ഷൻ ഡി 7th ക്രേനിയൽ നെർവ്. ഏത് നെർവിനെയാണ്? ഡി ആണ് ആൻസർ. ഫേഷ്യൽ നെർവ് ഏതാണ്? 7th ക്രേനിയൽ നെർവിനെയാണ് ബെൽസ് പാൽസി അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 13th question, ദ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഇൻ എക്സ്പയർഡ് എയർ. എക്സ്പയർ ചെയ്യുന്ന എയറിലുള്ള ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? ഓപ്ഷൻ എ 0%, ബി 21, സി 16%, ഡി 4%. ആൻസർ ഏതാണ്? എക്സ്പയർഡ് എയറിൽ 16% ആണ് കാണപ്പെടുന്നത്. ഓക്സിജൻ ഇൻഹേൽഡ് എയറിൽ 21%, എക്സ്ഹേൽ ചെയ്യുമ്പോൾ 16. കാർബൺ ഡൈ ഓക്സൈഡ് ഇൻഹേൽ ചെയ്യുമ്പോൾ 0.04, എക്സ്ഹേൽ ചെയ്യുമ്പോൾ 4%. നൈട്രജൻ ഇൻഹേൽ ചെയ്യുമ്പോഴും എക്സ്ഹേൽ ചെയ്യുമ്പോഴും 79% ആണ്. ഇത് ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വേറെയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്സിജൻ ഇൻഹേൽ ചെയ്യുമ്പോൾ 21, എക്സ്ഹേൽ ചെയ്യുമ്പോൾ 16. കാർബൺ ഡൈ ഓക്സൈഡ് 0.04 ഇൻഹേൽ ചെയ്യുമ്പോഴും എക്സ്ഹേൽ ചെയ്യുമ്പോഴും 4. നൈട്രജൻ 79 സെയിം ആണ്, എക്സ്ഹേൽ ചെയ്യുമ്പോഴും ഇൻഹേൽ ചെയ്യുമ്പോഴും. ക്വസ്റ്റ്യൻ നമ്പർ 31, ബ്ലഡ് ഗ്രൂപ്പ് വാസ് ഡിസ്കവേർഡ് ബൈ ഓപ്ഷൻ എ റോബർട്ട് കോച്ച്, ഓപ്ഷൻ ബി കോൾ ലാൻസ്റ്റിയർ, ഓപ്ഷൻ സി പോൾ എർലിച്ച്, ഓപ്ഷൻ ഡി ആൻഡോവർ. ആരാണ് ബ്ലഡ് ഗ്രൂപ്പ് ഡിസ്കവേർഡ് ചെയ്തത്? കോൾ ലാൻസ്റ്റിയർ ആണ്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് മൈക്രോബയോളജി ഒരു ഫുൾ വീഡിയോ, ഒരു 1 hour വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കും. എല്ലാ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് കാണാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 32, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹോർമോൺ ഈസ് നോട്ട് സെക്രീറ്റഡ് ബൈ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്? ഓപ്ഷൻ എ വാസോപ്രസിൻ, ഓപ്ഷൻ ബി ഓക്സിറ്റോസിൻ, ഓപ്ഷൻ സി ADH, ഓപ്ഷൻ ഡി ഗ്രോത്ത് ഹോർമോൺ. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി സെക്രീറ്റ് ചെയ്യുന്ന 2 ഹോർമോണാണ് വാസോപ്രസിനും ഓക്സിറ്റോസിനും. വാസോപ്രസിൻ്റെ വേറെ പേരാണ് ആൻറ്റി ഡയററ്റിക് ഹോർമോൺ അല്ലെങ്കിൽ ADH. അപ്പോൾ ഏതായിരിക്കും ഇതിൽ പെടാത്തത്? ഗ്രോത്ത് ഹോർമോൺ. ഓക്കെ, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും.
Okay. 33. Which of the following position has to be given to a child after the surgery for cleft palate? ക്ലെഫ്റ്റ് പാലറ്റ് കഴിയുന്ന ഒരു കുഞ്ഞിന്, സർജറി കഴിയുന്ന കുഞ്ഞിന് നമ്മൾ ഏത് പൊസിഷനാണ് കൊടുക്കുക? ഓപ്ഷൻ എ സുപ്പൈൻ, ഓപ്ഷൻ ബി പ്രോൺ, ഓപ്ഷൻ സി സൈഡ് ലൈൻ, ഓപ്ഷൻ ഡി ഫൗളേഴ്സ് പൊസിഷൻ. നമ്മൾ പ്രോൺ പൊസിഷനാണ് കൊടുക്കുന്നത് അല്ലേ പാലറ്റ് സർജറി കഴിഞ്ഞ്. എന്തിനു വേണ്ടിയിട്ടാണ്? ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനി ക്ലെഫ്റ്റ് ലിപ്പാണെങ്കിൽ നമ്മുടെ സൈഡ് ലൈൻ അല്ലെങ്കിൽ സുപ്പൈൻ പൊസിഷനാണ് കൊടുക്കുന്നത്. ഓക്കെ, ക്ലെഫ്റ്റ് ലിപ്പാണെങ്കിൽ സുപ്പൈൻ അല്ലെങ്കിൽ ലാറ്ററൽ പൊസിഷൻ കൊടുക്കും, സൈഡ് ലാറ്ററൽ പൊസിഷൻ കൊടുക്കും. ക്ലെഫ്റ്റ് പാലറ്റ് ആണെങ്കിൽ പ്രോം പൊസിഷനാണ് കൊടുക്കുക. ഓക്കെ, അത് മറന്നു പോകരുത്, ഓർത്ത് വെച്ചേക്കണേ. 34. The best design to test association between risk factor and disease. റിസ്ക് ഫാക്ടറും ഡിസീസും തമ്മിലുള്ള അസോസിയേഷൻ കണ്ടുപിടിക്കാനുള്ള ബെസ്റ്റ് ഡിസൈൻ ഏതാണ്? ഓപ്ഷൻ എ കേസ് കൺട്രോൾ, ഓപ്ഷൻ ബി എക്കോളജിക്കൽ സ്റ്റഡി, ഓപ്ഷൻ സി കൊഹോർട്ട്, ഓപ്ഷൻ ഡി ക്രോസ് സെക്ഷണൽ. ഏതാണ് സ്റ്റഡി ചെയ്യുന്നത്? കൊഹോർട്ട് സ്റ്റഡിയാണ് നമ്മൾ ചെയ്യുന്നത്. 35th question. The type of pulse seen in coarctation of aorta. കൊയാട്രേഷൻ ഓഫ് അയോട്ടയിൽ കാണപ്പെടുന്ന പൾസ്. സ്ട്രോങ് പെഡൽ പൾസ് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ഡിമിനിഷ്ഡ് കരോട്ടിഡ് പൾസ്, ഓപ്ഷൻ സി നോർമൽ ഫ്യൂമറൽ പൾസ്, ഓപ്ഷൻ സി ബൗണ്ടിങ് പൾസ് ഇൻ ആം. കൊയാട്രേഷൻ ഓഫ് അയോട്ട എന്ന് പറഞ്ഞാൽ അയോട്ടിക് നാരോയിങ് ആണ് അല്ലേ, ഒരു കൺജനൈറ്റൽ കണ്ടീഷനാണ്. അതിൽ അയോട്ട നാരോ ആയി പോവും. ഓക്കെ, പിന്നെ ഏത് പൾസായിരിക്കും കാണപ്പെടുന്നത്? ബൗണ്ടിങ് പൾസ് ഇൻ ആം ആണ്. കാരണം നമ്മുടെ ഇങ്ങനെയുള്ള കൊയാട്രേഷൻ ഓഫ് അയോട്ട പേഷ്യൻറ്റിൽ ആർട്ടീരിയൽ ഹൈപ്പർ ടെൻഷൻ ഇൻ ദ ആംസ് വിത്ത് ലോ ബ്ലഡ് പ്രഷർ ഇൻ ദ ലോവർ എക്സ്ട്രീമിറ്റീസ് ആർ ക്ലാസിക് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർട്ടീരിയൽ ഹൈപ്പർ ടെൻഷൻ ആംസിൽ ആർട്ടീരിയൽ ഹൈപ്പർ ടെൻഷനും ആയിരിക്കും. പക്ഷേ ലോവർ എക്സ്ട്രിമിറ്റിയിൽ എന്ത് സംഭവിക്കും? ലോ ബി പി ആയിരിക്കും. അപ്പറിൽ ഹൈപ്പർ ടെൻഷന് താഴെ ലോവർ അബ്ഡോമിനിലും ലോയും ആയിരിക്കും. പിന്നെ അതിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. എന്താണ്? ഇൻ്റർമിറ്റൻറ്റ് ക്ലൗഡിക്കേഷൻ, റേഡിയോ ഫ്യൂമറൽ ഡിലേ ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ എക്സ്റേ എടുക്കുമ്പോഴത്തേക്കും ഫിഗർ ഓഫ് 3 അപ്പിയറൻസ് ആയിരിക്കും, ഹാർട്ടിൻ്റെ ഫിഗർ ഓഫ് 3 അപ്പിയറൻസ്. ഇതൊക്കെ ഞാൻ ഓർത്തുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇത് പൾസ്, ബൗണ്ടിങ് പൾസിൻ്റെ ആമാണ് കറക്റ്റ് ആൻസർ. 36. BCG ഈസ് പ്രിപ്പയർഡ് ഇൻ ദ ഫോം ഓഫ് കിൽഡ് വാക്സിൻ, ട്രിപ്പിൾ വാക്സിൻ, ഓപ്ഷൻ സി ലൈവ് അറ്റുനേറ്റഡ് വാക്സിൻ, ഓപ്ഷൻ ഡി കമ്പൈൻഡ് വാക്സിൻ. BCG എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഓപ്ഷൻ സി ലൈവ് അറ്റുനേറ്റഡ് വാക്സിൻ ആണ്. BCG ഒരു ലൈവ് അറ്റുനേറ്റഡ് വാക്സിൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഈസ് പ്രസൻറ്റ് ഇൻ ഓപ്ഷൻ എ ഗ്രൗണ്ട് നട്ട്, ഓപ്ഷൻ ബി സോയാബീൻ, ഓപ്ഷൻ സി മാർഗറിൻ, ഓപ്ഷൻ ഡി പാം ഓയിൽ. ഏതിലാണ് കാണപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് ഈസ് യൂസ്ഡ് കോമൺലി ഇൻ റെയ്നോൾഡ്സ് ഫിനോമിന? റെയ്നോൾഡ്സ് ഫിനോമിനയിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ് ഏതാണ്? ഓപ്ഷൻ എ ടാക്രോലിമസ്, ഓപ്ഷൻ ബി അട്രോപ്പിൻ, ഓപ്ഷൻ സി ബീറ്റ ബ്ലോക്കർ, ഓപ്ഷൻ ഡി കാൽസ്യം ചാനൽ ബ്ലോക്കർ. ഓപ്ഷൻ ഡി കാൽസ്യം ചാനൽ ബ്ലോക്കറാണ് റെയ്നോൾഡ്സ് ഫിനോമിനയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, റെയ്നോൾഡ്സ് ഫിനോമിനയിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ് ഏതാണ്? കാൽസ്യം ചാനൽ ബ്ലോക്കറാണ്. കിട്ടിയല്ലോ. 39. വിച്ച് ഓഫ് ദ ആൻറ്റിഡോട്ട് ഫോർ സ്ട്രെപ്റ്റോകൈനസ്? സ്ട്രെപ്റ്റോകൈനസിൻ്റെ ആൻറ്റിഡോട്ട് ഏതാണ്? ഓപ്ഷൻ എ പ്രോട്ടമിൻ സൾഫേറ്റ്, ഓപ്ഷൻ ബി അമിനോ കാർബോറിക് ആസിഡ്, ഓപ്ഷൻ സി നലോക്സോൺ, ഓപ്ഷൻ ഡി വൈറ്റമിൻ കെ. സ്ട്രെപ്റ്റോകൈനസിൻ്റെ ആൻറ്റിഡോട്ട്. സ്ട്രെപ്റ്റോകൈനസ് ഒരു ത്രോംബോലൈറ്റിക് അല്ലെങ്കിൽ ഫൈബ്രിനോലൈറ്റിക് ഏജൻ്റ് ആണ്. ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ ആണ്. ആൻറ്റിഡോട്ട് അമിനോ കാർബോറിക് ആസിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് as postpartum hemorrhage if the postnatal mother's blood loss even after 24 hours is. പോസ്റ്റ്മോർട്ടം ഹെമറേജ് നമ്മൾ സസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ആൻറ്റിനേറ്റൽ മദറിൻ്റെ ബ്ലഡ് ഡോസ് 24 ഹവറിനുള്ളിൽ എത്ര ml-നേക്കാളും കൂടുതലാണ്? എത്രയാണ്? ഓപ്ഷൻ എ മോർ ദാൻ 500, ഓപ്ഷൻ ബി മോർ ദാൻ 200, ഓപ്ഷൻ സി മോർ ദാൻ 50 ml, ഓപ്ഷൻ ഡി മോർ ദാൻ 100 ml. ഓപ്ഷൻ എ മോർ ദാൻ 500 ml ആണ് കറക്റ്റ് ആൻസർ.
4 ഹവറിനുള്ളിൽ മോർ ദാൻ 500 ml ബ്ലഡ് ലോസ് ഉണ്ടെങ്കിൽ നമ്മളതിനെ പോസ്റ്റ് പാർട്ടം ഹെമറേജ് എന്ന് പറയുന്നു. 41. ബക്സ് എക്സ്റ്റൻഷൻ ബിലോങ്സ് ടു എ മെത്തേഡ് ഓഫ് ട്രാക്ഷൻ. ഞാൻ ഈ കാണിച്ചിരിക്കുന്നതാണ് ബക്ക് ട്രാക്ഷൻ. ഇത് ഏത് തരത്തിലുള്ള ട്രാക്ഷനാണ്? ഓപ്ഷൻ എ സ്കെൽട്ടൺ, ഓപ്ഷൻ ബി സ്കിൻ, ഓപ്ഷൻ സി റസൽ, ഓപ്ഷൻ ഡി സ്കൾ. ഓപ്ഷൻ ഏതാണ്? ഇതൊരു സ്കിൻ ട്രാക്ഷനാണ്, ടൈപ്പ് ഓഫ് സ്കിൻ ട്രാക്ഷൻ. 43. കോമൺ കരോട്ടിക് ആർട്ടറി ഡിവൈഡഡ് അറ്റ് ദ ലെവൽ ഓഫ്. കോമൺ കരോട്ടിക് ആർട്ടറി എവിടെ നിന്നാണ് ലെഫ്റ്റ് റൈറ്റുമായിട്ട് ഡിവൈഡായി പോകുന്നത്? ഓപ്ഷൻ എ ഇൻഫീരിയർ ബോർഡർ ഓഫ് തൈറോയ്ഡ് കാർട്ടിലേജ്, ഓപ്ഷൻ ബി സുപ്പീരിയർ ബോർഡർ ഓഫ് ഹയോയിഡ് ബോൺ, ഓപ്ഷൻ സി സുപ്പീരിയർ ബോർഡർ ഓഫ് തൈറോയ്ഡ് കാർട്ടിലേജ്, ഓപ്ഷൻ ഡി ലാറ്ററൽ ബോർഡർ ഓഫ് ക്രൈക്കോയിഡ് കാർട്ടിലേജ്. ആ ഇമേജ് നോക്കൂ. നമ്മുടെ റൈറ്റ് കോമൺ കരോട്ടി ആർട്ടറി, ലെഫ്റ്റ് കോമൺ കരോട്ടി ആർട്ടറിയും കാണുന്നുണ്ട്. അതെവിടെ നിന്നാണ് ഡിവൈഡ് ആവുന്നത് നോക്കിയേ. ഇൻഫീരിയർ ബോർഡർ ഓഫ് തൈറോയ്ഡ് കാർട്ടിലേജ്. ഓപ്ഷൻ എ ഇൻഫീരിയർ ബോർഡർ ഓഫ് തൈറോയ്ഡ് കാർട്ടിലേജ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 43. ദ മോസ്റ്റ് കോമൺ ഓർഗാനിസം കോസിങ് സെല്ലുലൈറ്റിസ്. ദ മോസ്റ്റ് കോമൺ ഓർഗാനിസം കോസിങ് സെല്ലുലൈറ്റിസ് ഈസ് ഓപ്ഷൻ എ ഈക്കോളൈ, ഓപ്ഷൻ ബി സ്യൂഡോമോണസ്, ഓപ്ഷൻ സി ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കെ, ഓപ്ഷൻ ഡി ബാക്ടീരിയോട്സ്. ഓപ്ഷൻ സി ബീറ്റ ഹീമോലൈറ്റിസ് സ്ട്രെപ്റ്റോകോക്കെയാണ് ഏറ്റവും കൂടുതൽ സെല്ലുലൈറ്റിസ് ഉണ്ടാക്കുന്ന കോസ്റ്റീവ് ഓർഗാനിസം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓസിഫിക്കേഷൻ ഇൻ ഫീറ്റസ് സ്റ്റാർട്ടിങ്. നമ്മുടെ ഫീറ്റസിൽ ഓസിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്രാമത്തെ ആഴ്ചയിലാണ്? ഓപ്ഷൻ എ 3-ാമത്തെ ആഴ്ച, ഓപ്ഷൻ ബി 5th, ഓപ്ഷൻ സി 6th വീക്സ്, ഓപ്ഷൻ ഡി 8th വീക്സ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി 5th വീക്സിലാണ് ഫീറ്റസിൽ ഓസിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 5th 5-ാമത്തെ ആഴ്ചയിൽ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 45. ദ ഇമ്മ്യൂണോഗ്ലോബുലിൻ റെസ്പോൺസിബിൾ ഫോർ പ്രൈമറി ഇമ്മ്യൂണിറ്റി. ഓപ്ഷൻ എ IgM, ഓപ്ഷൻ ബി IgG, ഓപ്ഷൻ സി IgA, ഓപ്ഷൻ ഡി IgE. പ്രൈമറി ഇമ്മ്യൂണിറ്റിക്ക് റെസ്പോൺസിബിൾ ആരാണ്? IgM ആണ്. IgM ആണ് ഏറ്റവും വലിയ ഇമ്മ്യൂണോഗ്ലോബുലിൻ. IgM ആണ്. ഓക്കെ കേട്ടോ. ഒരു ഇമ്മീഡിയറ്റ് ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഏതിൻ്റെ വാല്യൂ ആയിരിക്കും കൂടുന്നത്? IgMൻ്റെ ആണ്. ഓക്കെ, മറന്നുപോയത് IgM ആണ് പ്രൈമറി ഇമ്മ്യൂണിറ്റി റെസ്പോൺസിബിൾ. 46. നീഗ്രി ബോഡീസ് ഫൗണ്ട് ഇൻ ദ ഹിപ്പോകാമസ് ആർ ഡയഗ്നോസ്റ്റിക് സൈൻ ഓഫ്. നമ്മുടെ ബ്രെയിനിൽ നൈഗ്രി ബോഡീസ് കാണുവാണെങ്കിൽ അത് ഏത് കണ്ടീഷനിലായിരിക്കും? ഓപ്ഷൻ എ റാബിസ്, ഓപ്ഷൻ ബി മീസിൽസ്, ഓപ്ഷൻ സി റുബല്ല, ഓപ്ഷൻ ഡി ഡിഫ്തീരിയ. ഏതിലായിരിക്കും? ഓപ്ഷൻ എ റാബിസ്. നീഗ്രി ബോഡീസ് ഏതിലാണ് കാണപ്പെടുന്നത്? റാബിസ്. ഓക്കെ. 47. The right-sided hemiplegia and aphasia indicate the involvement of LMCA, vertebral artery, brainstem, RMCA. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ലെഫ്റ്റ് മിഡിൽ സെർബ്രൽ ആർട്ടറി ആണ് ആൻസർ. റൈറ്റ് സൈഡ് ഹെമിപ്ലീജിയയ്ക്കും അഫേസിയയ്ക്കും. റൈറ്റ് സൈഡ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും അല്ലേ? നമ്മൾ ഓപ്പോസിറ്റ് അല്ലേ പറയാം. അപ്പോൾ റൈറ്റ് സൈഡിന് ലെഫ്റ്റ് മിഡിൽ സെർബ്രൽ ആർട്ടറിക്കിൽ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോഴാണ് റൈറ്റ് സൈഡ് ഹെമിപ്ലീജിയ അഫേസിയം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 48. വിച്ച് ടൈപ്പ് ഓഫ് ഫോളോയിങ് ഓർഗാനിസം കോസ് മാലിഗ്നൻറ്റ് മലേറിയ? മലേറിയയുടെ ഏത് ഫോമാണ് മാലിഗ്നൻറ്റ് മലേറിയ എന്ന് ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാക്കുന്ന ഓർഗാനിസം? ഓപ്ഷൻ എ വൈവാറ്റ്സ്, ഓപ്ഷൻ ബി ഫാൽസിപ്പറം, ഓപ്ഷൻ സി ഒവലെ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഓപ്ഷൻ ബി ഫാൽസിപ്പറമാണ് മാലിഗ്നൻറ്റ് മലേറിയയ്ക്ക് കാരണം. ഫാൽസിപ്പറം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 49. ഡിസ്പോസിബിൾ എൻഡോട്രക്കൽ ട്യൂബ് ക്യാൻ ബി സ്റ്റെറിലൈസ്ഡ് ബൈ യൂസിങ് ഓപ്ഷൻ എ എഥിലിൻ ഓക്സൈഡ്, ഓപ്ഷൻ ബി ഡ്രൈ ഹീറ്റ്, ഓപ്ഷൻ സി ഫോർമാൽഡിഹൈഡ്, ഓപ്ഷൻ ഡി ഫീനോൾ. ഡിസ്പോസിബിൾ ആയിട്ടുള്ള എൻഡോട്രക്കൽ ട്യൂബ് സ്റ്റെറിലൈസ് ചെയ്യുന്നത് എന്തിൻ്റെ ഹെൽപ്പോടെയാണ്? ഓപ്ഷൻ എ എഥിലിൻ ഓക്സൈഡ്. ഓക്കെ, എഥിലിൻ ഓക്സൈഡാണ് എൻഡോട്രക്കൽ ട്യൂബ്സ് സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. 15th ക്വസ്റ്റ്യൻ. ടക്കേയാസു ഡിസോർഡർ എന്തിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ നെർവസ്, ഓപ്ഷൻ ബി വെയിൻ, ഓപ്ഷൻ സി ആർട്ടറി, ഓപ്ഷൻ ഡി ലിംഫ് നോഡ്.
ടക്കയാസ് എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലമേഷനാണ്, അതായത് നമ്മൾ ആർട്ടറിയിലൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു. അത് കാരണം എന്ത് പറ്റും, നമ്മുടെ ആർട്ടറിക്ക് നാരോ. നമ്മൾ നേരത്തെ കൊയാട്രേഷൻ ഓഫ് അയോട്ടയുടെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ, ഈ കൊയാട്രേഷൻ ഓഫ് അയോട്ടയുടെ ഒരു റീസണാണ് ടക്കയാസോ ആർട്രൈറ്റിസ്. ഓക്കെ, അപ്പോൾ എവിടെയായിരിക്കും അത് അഫക്റ്റ് ചെയ്യുന്ന? ആർട്ടറി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 15th one, which of the following malignancy spread through CSF? CSF വഴി സ്പ്രെഡ് ചെയ്യുന്ന ഒരു മാലിഗ്നൻസി ഏതാണ്? ഓപ്ഷൻ എ മെനിഞ്ചിയോമ, ഓപ്ഷൻ ബി ആസ്ട്രോസൈറ്റോമ, ഓപ്ഷൻ സി ക്രേനിയോഫാരിഞ്ചിയോമ, ഓപ്ഷൻ ഡി മെഡുലോബ്ലാസ്റ്റോമ. ഓപ്ഷൻ ഡി മെഡുലോബ്ലാസ്റ്റോമയാണ് കറക്റ്റ് ആൻസർ. CSF വഴി സ്പ്രെഡ് ആവുന്ന മാലിഗ്നൻസി ഏതാണ്? മെഡുലോബ്ലാസ്റ്റോമ. അതുപോലെ തന്നെ മെഡുലോബ്ലാസ്റ്റോമയാണ് ഏറ്റവും കോമൺ ടൈപ്പ് മാലിഗ്നൻ്റ്. ചൈൽഡ്ഹുഡ് ബ്രെയിൻ ക്യാൻസറിൻ്റെ ഏറ്റവും കോമൺ കോസാണ് മെഡുലോബ്ലാസ്റ്റോമ. ഒരു 10 years ബിഫോർ 10 years ഓഫ് ഏജിൽ മെഡുലോബ്ലാസ്റ്റോമ ചിൽഡ്രൻസിൽ കാണുന്നുണ്ട് കേട്ടോ. ഏറ്റവും കോമൺ ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ബ്രെയിൻ ക്യാൻസറാണ് മെഡുലോബ്ലാസ്റ്റോമ. അതുകൂടെ ഓർത്തിരിക്കുക, CSF വഴിയാണ് സ്പ്രെഡ് ആവുന്നത്. ഓക്കെ, 52, റെസിസ്റ്റൻസ് ടു ഡ്രഗ് ഇൻ ട്യൂബർക്കുലോസിസ് ഈസ് ബൈ. ട്യൂബർക്കുലോസിസിൽ ഡ്രഗ് റെസിസ്റ്റൻ്റ് ആവുന്നത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്? ഓപ്ഷൻ എ ട്രാൻസ്ഡക്ഷൻ, ഓപ്ഷൻ ബി കോൺജുഗേഷൻ, ഓപ്ഷൻ സി മ്യൂട്ടേഷൻ, ഓപ്ഷൻ ഡി ട്രാൻസ്ഫോർമേഷൻ. റെസിസ്റ്റൻസ് ടു ഡ്രഗ് ഇൻ ട്യൂബർക്കുലോസിസ് ഈസ് ബൈ ട്രാൻസ്ഡക്ഷൻ, കോൺജുഗേഷൻ, മ്യൂട്ടേഷൻ, ട്രാൻസ്ഫോർമേഷൻ. ഓപ്ഷൻ സി മ്യൂട്ടേഷൻ ആണ് കറക്റ്റ് ആൻസർ. റെസിസ്റ്റൻസ് ടു ഡ്രഗ് ഇൻ ട്യൂബർക്കുലോസിസ് ഈസ് ബൈ മ്യൂട്ടേഷൻ. ഓക്കെ, 53, വിച്ച് ടൈപ്പ് ഓഫ് ഫോളോയിങ് ഹോട്ട്കിൻസ് ഡിസീസ് വാസ് വേഴ്സ്റ്റ് പ്രോഗ്നോസിസ്? ഇതിലേത് ഹോട്ട്കിൻസ് ഡിസീസിനാണ് വേഴ്സ്റ്റ് ആയിട്ടുള്ള പ്രോഗ്നോസിസ് ഉള്ളത്? ഓപ്ഷൻ എ ലിംഫോസൈറ്റ് പ്രീഡോമിനൻസ്, ഓപ്ഷൻ ബി മിക്സഡ് സെല്ലുലാരിറ്റി, ഓപ്ഷൻ ബി സി നോഡുലാർ സ്ക്ലീറോസിസ്, ഓപ്ഷൻ ഡി ലിംഫോസൈറ്റ് ഡെപ്ലീഷൻ. ഹോട്ട്കിൻസ് ലിംഫോമ എന്ന് പറയുന്നത് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിലെ ഒരു ക്യാൻസറാണ് അല്ലേ. ഹോട്ട്കിൻസ് ലിംഫോമിൽ കാണപ്പെടുന്ന ഒരു സെല്ലാണ് റീഡ് സ്റ്റോൺബർഗ് സെൽ. അത് ഓർത്തിരിക്കണം കേട്ടോ. നമ്മൾ മൈക്രോസ്കോപ്പിൽ സ്റ്റഡി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് സെല്ലാണ് റീഡ് സ്റ്റോൺബർഗ് സെൽ. ഹോട്ട്കിൻസ് ലിംഫോമയിൽ ലിംഫാറ്റിക് സിസ്റ്റത്തിലുള്ള ക്യാൻസറാണ്. ഓക്കെ, പ്രൈമറിലി അഫക്റ്റ് ചെയ്യുന്നത് സെർവിക്കൽ ലിംഫ് നോഡിലാണ്. അതുപോലെ തന്നെ ഹോട്ട്കിൻ ലിംഫോംസിൽ കാണുന്നത് പെയിൻലെസ് എൻലാർജ്മെൻറ്റ്, ലിംഫ് നോഡിൻ്റെ പെയിൻലെസ് ആയിട്ടുള്ള എൻലാർജ്മെൻ്റ് ആണ്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണ്? സെർവിക്കൽ ലിംഫ് നോഡിലാണ്. അപ്പോൾ ഇതിൽ വേഴ്സ്റ്റ് പ്രോഗ്നോസിസ് ഉള്ളത് ലിംഫോസൈറ്റ് ഡെപ്ലീഷൻ ഉള്ള ടൈപ്പിലാണ്. ലിംഫോസൈറ്റ് ഡെപ്ലീഷൻ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഹോട്ട്കിൻ ലിംഫോമ എന്ന് പറയുന്നത് ലിംഫാറ്റിക് സിസ്റ്റത്തിലെ ക്യാൻസറാണ്. അതിൽ കാണുന്നത് സ്പെഷ്യലൈസ്ഡ് സെല്ലാണ് റീഡ് സ്റ്റോൺബർഗ് സെല്ല്. പിന്നെ പെയിൻലെസ് ആയിട്ടുള്ള എൻലാർജ്മെൻ്റ് ആയിരിക്കും ലിംഫ് നോഡിൽ. പ്രൈമറിലി അഫക്റ്റ് ചെയ്യുന്നത് സെർവിക്കൽ ലിംഫ് നോഡിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 54, വിച്ച് ഓഫ് ഡസ് നോട്ട് ക്രോസ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ? ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ ക്രോസ് ചെയ്യാത്തത് ഇതിലേതാണ്? ഓപ്ഷൻ എ വാട്ടർ, ഓപ്ഷൻ ബി കാർബൺ ഡയോക്സൈഡ്, ഓപ്ഷൻ സി സോഡിയം, ഓപ്ഷൻ ഡി ഓക്സിജൻ. ഇതിലേത് ഫാക്ടറാണ് ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ ക്രോസ് ചെയ്യാത്തത്? ഓപ്ഷൻ സി സോഡിയം ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 55th question, which of the following tends to decrease with increase age? ഏജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിക്രീസ് ചെയ്യുന്നത് ഇതിലേതാണ്? ഓപ്ഷൻ എ പൾസ് പ്രഷർ, ഓപ്ഷൻ ബി സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ, ഓപ്ഷൻ സി ഡയസ്റ്റോളിക് പ്രഷർ, ഓപ്ഷൻ ഡി റെസ്പിറേറ്ററി ഓളിയം. ഓപ്ഷൻ എ പൾസ് പ്രഷർ, ഓപ്ഷൻ ബി സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ, ഓപ്ഷൻ സി ഡയസ്റ്റോളിക് പ്രഷർ, ഓപ്ഷൻ സി റെസ്പിറേറ്ററി ഓളിയം. ഇതിൽ ഓപ്ഷൻസിൻ്റെ കുറച്ച് ABCD മാറിക്കിടപ്പുണ്ട്. അത് ടൈപ്പ് ചെയ്തപ്പോൾ പറ്റിയൊരു മിസ്റ്റേക്കാണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ എ ആണ്, പൾസ് പ്രഷർ. പൾസ് പ്രഷർ ഏജ് കൂടുന്നതനുസരിച്ച് ഡിക്രീസ് ആവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 56. ദ ഫസ്റ്റ് അർജ് ടു ഓയിറ്റ് വിൽ ബി ഫെൽറ്റ് വെൻ ദ ബ്ലാഡർ ഇസ് ഫിൽഡ് വിത്ത്. അതായത് നമുക്ക് യൂറിൻ പാസ് ചെയ്യണം എന്ന് ഫസ്റ്റ് തോന്നത്തില്ലേ, അപ്പോൾ എത്ര ml യൂറിനായിരിക്കും നമ്മുടെ ബ്ലാഡറിൽ ഉണ്ടാവുക? ഓപ്ഷൻ എ 75 ml, ഓപ്ഷൻ ബി 25 ml, ഓപ്ഷൻ സി 500 ml, ഓപ്ഷൻ ഡി 150 ml ഓഫ് യൂറിൻ. ഓപ്ഷൻ ഡി 150 ml ഓഫ് യൂറിൻ ആണ് കറക്റ്റ് ആൻസർ. ദ ഫസ്റ്റ് അർജ് ടു ഓയിറ്റ് വിൽ ബി ഫെൽറ്റ് വെൻ ദ ബ്ലാഡർ ഇസ് ഫിൽഡ് വിത്ത് 150 ml ഓഫ് യൂറിൻ.
57th question. Which of the following microorganism grow in very wide range of temperature? Wide range of temperatureലും ഗ്രോ ആവുന്ന മൈക്രോ ഓർഗാനിസം ഏതാണ്? ഓപ്ഷൻ എ സ്യൂഡോമോണസ്, ഓപ്ഷൻ ബി ഗോണോകോക്കസ്, ഓപ്ഷൻ സി സ്പൈറോക്കീറ്റ്സ്, ഓപ്ഷൻ സി ന്യൂമോകോക്കസ്. ഇതിലേത് ഓർഗാനിസമാണ് വൈഡ് റേഞ്ച് ടെമ്പറേച്ചറിലും ലിവിങ് ആവുന്നത്, ഗ്രോ ചെയ്യാൻ കഴിവുള്ളത്? ഓപ്ഷൻ എ സ്യൂഡോമോണസ് ആണ്. ഓപ്ഷൻ എ സ്യൂഡോമോണസ്. 58th question. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് ഈസ് കാർഡിയോടോക്സിക് ആയിട്ടുള്ള ഡ്രഗ്? കാർഡിയോടോക്സിക് ആയിട്ടുള്ള കീമോതെറാപ്യൂട്ടിക് കീമോ ഏജൻറ്റ് ഏതെന്നാണ്? ഓപ്ഷൻ എ ബ്ലിയോമൈസിൻ, ഓപ്ഷൻ ബി മിത്രാമൈസിൻ, ഓപ്ഷൻ സി അഡ്രിയാമൈസിൻ, ഓപ്ഷൻ ഡി മിറ്റോമൈസിൻ. ഓപ്ഷൻ സി ആണ്, അഡ്രിയാമൈസിൻ ആണ് കാർഡിയോടോക്സിക് ആയിട്ടുള്ള ഡ്രഗ് ഏതാണ്? അഡ്രിയാമൈസിൻ. ഓക്കെ, മറക്കരുത് കേട്ടോ, ഓർത്ത് വെച്ചോളണം. 59th question. ഡെഫിഷ്യൻസി ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ കോസ് പാങ്ക്രിയാറ്റൈറ്റിസ്? ഈ പറയുന്ന ഏത് കെമിക്കൽ കാരണമാണ് പാങ്ക്രിയാറ്റൈറ്റിസ് ഉണ്ടാകുന്നത്? ഒരു കോസ്, പാങ്ക്രിയാറ്റൈറ്റിസിൻ്റെ ഒരു കോസ് ഇതിലേത് കൊണ്ടാണ്? ഓപ്ഷൻ എ എൻഡ്രോപെപ്റ്റൈഡ്സ്, ഓപ്ഷൻ ബി ആൻറ്റിട്രിപ്സിൻ, ഓപ്ഷൻ സി ലെസിത്തിൻ, ഓപ്ഷൻ ഡി കീമോട്രിപ്സിൻ. ഓപ്ഷൻ ബി ആൻറ്റിട്രിപ്സിനാണ് കറക്റ്റ് ആൻസർ. ആൻറ്റിട്രിപ്സിൻ്റെ ഡെഫിഷ്യൻസി കാരണം പാങ്ക്രിയാറ്റൈറ്റിസ് ഉണ്ടാവാറുണ്ട്. 16th question. ഫിസിയോളജിക്കൽ സ്പ്ലിറ്റിംഗ് ഓഫ് സെക്കൻഡ് ഹാർട്ട് സൗണ്ട് ക്യാൻ ബി എക്സാജറേറ്റഡ് ബൈ? ഫിസിയോളജിക്കൽ സ്പ്ലിറ്റിംഗ് ഓഫ് ഹാർട്ട് സൗണ്ട് ക്യാൻ ബി എക്സാജറേറ്റഡ് ബൈ? ഓപ്ഷൻ എ വാൽസൽവ മാനുവർ, ഓപ്ഷൻ ബി ബ്രെത്ത് ഹോൾഡിംഗ്, ഓപ്ഷൻ സി ഡീപ്പ് ഇൻസ്പിറേഷൻ, ഓപ്ഷൻ ഡി ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ. ഡീപ്പായിട്ടുള്ള ഇൻസ്പിറേഷൻ കാരണം ഫിസിയോളജിക്കൽ സ്പ്ലിറ്റിംഗ് ഓഫ് സെക്കൻഡ് ഹാർട്ട് സൗണ്ട് നടക്കാം. ഓക്കെ, നെക്സ്റ്റ് 61. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻജെക്റ്റബിൾ പ്രൊജസ്റ്റിൻ? ഇൻജെക്റ്റബിൾ ആയിട്ടുള്ള പ്രൊജസ്റ്റിൻ ഇതിലേതാണ്? ഓപ്ഷൻ എ ഐസോസ്പ്യൂറിൻ, ഓപ്ഷൻ ബി നെറ്റൻ, ഓപ്ഷൻ സി ഇംപ്ലാനോൺ, ഓപ്ഷൻ ഡി നോർജസ്ട്രോൺ. ഏതാണ് ഇൻജെക്റ്റബിൾ ആയിട്ടുള്ള പ്രൊജസ്റ്റിൻ? ഓപ്ഷൻ ബി ആണ് നെറ്റൻ. നെറ്റൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? നോർ എത്തിസ്ട്രോൺ ഇനാൻറ്റേറ്റ് ആണ് നമ്മുടെ ഇൻജെക്റ്റബിൾ ആയിട്ടുള്ള പ്രൊജസ്റ്റിൻ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 62. ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവ് വാസ് ലോഞ്ച്ഡ് ഇൻ ദ ഇയർ ഓഫ് 1992. ഇയറൊക്കെ പഠിക്കുമ്പോഴേ ഒത്തിരി ഇയർ ഇങ്ങനെ പറഞ്ഞ് നമുക്ക് എല്ലാം കൂടെ കൺഫ്യൂഷനാണ്. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള ഇയർ നമ്മൾ ഓർത്തിരിക്കുക, ക്വസ്റ്റ്യനിൽ പറയുവാണെങ്കിൽ അത് ഓർത്തിരിക്കും. എനിക്കങ്ങനെയാണ്. അപ്പം ഞാൻ ഇയറൊക്കെ പഠിക്കുകയാണെങ്കിൽ കറക്റ്റ് ഇയർ മാത്രം നോട്ട് ചെയ്താണ് പഠിക്കുക. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ഇയർ മാത്രം പറയുന്നത്. ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവ് വാസ് ലോഞ്ച്ഡ് ഇൻ ദ ഇയർ ഓഫ് 1992. 1992 മാർച്ചിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ കോൺഫറൻസ് 1991 ഉള്ളത്. പിന്നെ ഫസ്റ്റ് ബേബി ഫ്രണ്ട്ലി സിറ്റി ഇൻ ഇന്ത്യ എറണാകുളമാണ്. ഫസ്റ്റ് ബേബി ഫ്രണ്ട്ലി സിറ്റി ഇൻ ഇന്ത്യ ഇസ് എറണാകുളം. പിന്നെ നമ്മുടെ വേൾഡിൽ ഫസ്റ്റ് ബേബി ഫ്രണ്ട്ലി സ്റ്റേറ്റ് കേരളയിലാണ്. അത് 2002 ഡിക്ലെയർ ചെയ്തത്. ഓക്കെ, ഫസ്റ്റ് വേൾഡിൽ ഫസ്റ്റ് ബേബി ഫ്രണ്ട്ലി സ്റ്റേറ്റ് കേരളയിലായിരുന്നു ഡിക്ലെയർ ഇൻ 2002. ഓക്കെ, 1992 മാർച്ചിലാണ് വന്നത്. 1991 അതിൻ്റെ കോൺഫറൻസ്. ഫസ്റ്റ് ഇന്ത്യയിലെ ഫസ്റ്റ് സിറ്റി എറണാകുളം, വേൾഡിലെ ഫസ്റ്റ് സ്റ്റേറ്റ് കേരളം. 2002 അത് ഡിക്ലെയർ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 63. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വാട്ടർ സോൾബിൾ വൈറ്റമിൻ? വൈറ്റമിൻ എ, ഓപ്ഷൻ ബി വൈറ്റമിൻ സി, ഓപ്ഷൻ സി വൈറ്റമിൻ ഡി, ഓപ്ഷൻ ഡി വൈറ്റമിൻ ഇ. ഓപ്ഷൻ ബി വൈറ്റമിൻ സി ആണ് കറക്റ്റ് ആൻസർ. വാട്ടർ സോൾബിൾ വൈറ്റമിൻ സി ആണ്. ഫാറ്റ് സോൾബിൾ ഏതൊക്കെയാണ്? ADEK. ADEK എല്ലാം ADEK ഫാറ്റ് സോൾബിൾ ആണ്. ബാക്കി വരുന്നത് വാട്ടർ സോൾബിൾ ആണ്. 64. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ടൈപ്പ് ഓഫ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്? ഓപ്ഷൻ എ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്, ഓപ്ഷൻ ബി സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, ഓപ്ഷൻ സി പർപ്പസീവ് അല്ലെങ്കിൽ കൺവീനിയൻ്റ് എന്ന് നമുക്ക് പറയാം, ഓപ്ഷൻ ഡി സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്.
ഇതിൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടൈപ്പ് എന്ന് പറയുന്നത് പർപ്പസീവ് ആണ് കേട്ടോ. പർപ്പസീവ് സാമ്പിളിംഗ്. സാമ്പിളിംഗ് മെത്തേഡ് നമുക്ക് നോക്കാം. പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ വരുന്നും നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട്. സാമ്പിളിംഗ് മെത്തേഡ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, പ്രോബബിലിറ്റിയും നോൺ പ്രോബബിലിറ്റി. പ്രോബബിലിറ്റിയിൽ വരുന്നതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, ക്ലസ്റ്റേർഡ്, സിസ്റ്റമാറ്റിക്, സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്. ഓക്കെ, ഇനി നോൺ പ്രോബബിലിറ്റിയിൽ വരുന്നതാണ് നമ്മുടെ പർപ്പസീവ്, കൺവീനിയൻറ്റ്, കോൺസിക്യൂട്ടീവ്, കോട്ട, സ്നോബോൾ സാമ്പിളിംഗ്. പർപ്പസീവ് സാമ്പിളിൻ്റെ മറ്റൊരു പേരാണ് ജഡ്മെൻ്റൽ സാമ്പിളിംഗ്. ഓക്കെ, ഇതൊന്ന് ഓർത്തിരിക്കാം. Next one, which of the following indicate the flatness or peakedness of a frequency distribution? Frequency distribution അറിയാമല്ലോ. അപ്പോൾ ഞാനിവിടെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഞാൻ റിസർച്ച് ഒരു വീഡിയോ ആയിട്ട് ചെയ്യും, അപ്പോൾ അതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ മീൻ, ഓപ്ഷൻ ബി കർട്ടോസിസ്, ഓപ്ഷൻ സി മോഡ്, ഓപ്ഷൻ ഡി സ്ക്യൂനെസ്. കർട്ടോസിസ് ആണ് ആൻസർ. പീക്കഡ്നെസ്സും ഫ്ലാറ്റ്നെസ്സും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കർട്ടോസിസ് ആണ്. അതിൻ്റെ ഇമേജ് ഞാൻ കാണിച്ചു തരാം, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. കർട്ടോസിസ് കണ്ടോ, പീക്നെസ്സും ഫ്ലാറ്റ്നെസ്സും. ഇനി ഒരു സൈഡിലോട്ടാണ് കർവെങ്കിൽ അതിന് സ്ക്യൂനെസ് എന്ന് പറയുന്നു. പോസിറ്റീവ് സ്ക്യൂനെസ്, നെഗറ്റീവ് സ്ക്യൂനെസ്. 66th ക്വസ്റ്റ്യൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ദ സാമ്പിൾ സൈസ് ഈസ് സ്റ്റാൻഡേർഡ് എറർ ആണ്. Standard deviation divided by the square root of the sample size is called standard error. 67th question, decide quality, quantity or level of performance that is established as a criteria to measure the performance is termed as. നമ്മളൊരു ക്രൈറ്റീരിയ ഉണ്ടാക്കി വെക്കുവാണ് നമ്മുടെ ലെവൽ ഓഫ് പെർഫോമൻസ്, ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയൊക്കെ നമ്മുടെ പെർഫോമൻസ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി. ആ ഒരു ക്രൈറ്റീരിയ എന്താണ് പറയുന്നത്? ഓപ്ഷൻ എ ഓഡിറ്റ്, ഓപ്ഷൻ ബി സ്റ്റാൻഡേർഡ്, ഓപ്ഷൻ സി ഇവാലുവേഷൻ, ഓപ്ഷൻ ഡി ക്വാളിറ്റി അഷുറൻസ്. ഏതാണ്? സ്റ്റാൻഡേർഡ് ആണ്. നമ്മൾ കുറച്ച് സർട്ടൻ സ്റ്റാൻഡേർഡ്സ് ആണ്, ക്രൈറ്റീരിയയൊക്കെ സ്റ്റാൻഡേർഡ്സ് നമ്മൾ ചെയ്തു വയ്ക്കുന്നുണ്ട്. അത്രയും നമ്മുടെ എന്താ പറയുക, പെർഫോമൻസ്, അത് ഇപ്പോൾ ലെവൽ ഓഫ് പെർഫോമൻസ്, ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നൊരു ക്രൈറ്റീരിയയാണ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ. 68, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ? ഹെൻറി ഫോയലിൻ്റെ മാനേജ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റിൽ വരാത്തത് ഏതൊക്കെയാണ്? നമുക്കപ്പോൾ 14 പ്രിൻസിപ്പിൾ ആദ്യം ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, ഇൻട്രസ്റ്റ്, റെന്യൂമറേഷൻ, സെൻട്രലൈസേഷൻ, സ്കെയിലർ ചെയിൻ, ഓർഡർ, ഇക്വിറ്റി, സ്റ്റെബിലിറ്റി ഓഫ് ടെനർ, ഇനിഷ്യേറ്റീവ്, ഈ സ്പിരിറ്റ്, ഡികോപ്പ്. അതായത് യൂണിയൻ ഓഫ് സ്ട്രെങ്ത്. അപ്പോൾ ഇതിൽ വരാത്ത ഏതാണ്? യൂണിറ്റ് ഓഫ് കമാൻഡ് ഉണ്ട്, സ്റ്റെബിലിറ്റി ഉണ്ട്, ഡിവിഷൻ ഓഫ് വർക്ക് ഉണ്ട്, സ്പെഷ്യലൈസേഷൻ ഇല്ല. ഓക്കെ, നോക്കണം ഒന്നുകൂടെ, ഒന്ന് ഓടിച്ച് നോക്കോളാം. ഓക്കെ. 69th question, which among the following is a systematic arrangement of sum total of selected experience planned by the school or college to achieve the objective? നമ്മുടെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ സം ടോട്ടലായിട്ടുള്ള എക്സ്പീരിയൻസും കൊണ്ടുവരുന്ന ഒരു അറേഞ്ച്മെൻറ്റിനെ എന്ത് പറയുന്നു? ഓപ്ഷൻ എ സിലബസ്, ഓപ്ഷൻ ബി കോഴ്സ് പ്ലാൻ, ഓപ്ഷൻ സി ലെസൺ പ്ലാൻ, ഓപ്ഷൻ ഡി കരിക്കുലം. നമ്മുടെ സം ടോട്ടൽ എല്ലാ സെലക്റ്റഡ് എക്സ്പീരിയൻസ്, അക്കാഡമിക് ആയാലും നോൺ അക്കാഡമിക് ആയാലും എല്ലാത്തിനെയും കൂടെ കൊണ്ടുവരുന്നതിനാണ് കരിക്കുലം എന്ന് പറയുന്നത്. ഇനി കരിക്കുലത്തിനകത്ത് വരുന്നതാണ് സിലബസ്, കോഴ്സ് പ്ലാൻ, ലെസൺ പ്ലാൻ, അതൊക്കെ. ഓക്കെ, എഡ്യൂക്കേഷൻ പറഞ്ഞു തരാം, അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 17th, ഓർഗനൈസ്ഡ് ക്ലിനിക്കൽ ഇൻസ്ട്രക്ഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് പേഷ്യൻറ്റ്. നമ്മുടെ പേഷ്യൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ക്ലിനിക്കൽ ഇൻസ്ട്രക്ഷൻ ഓർഗനൈസ് ചെയ്യുന്നതിന് എന്ത് പറയുന്നു? ഓപ്ഷൻ എ നഴ്സിംഗ് കെയർ പ്ലാൻ, ഓപ്ഷൻ ബി ബെഡ് സൈഡ് ക്ലിനിക്, ഓപ്ഷൻ സി നഴ്സിംഗ് കെയർ കോൺഫറൻസ്, ഓപ്ഷൻ ഡി ഇൻഡിവിജ്വൽ കോൺഫറൻസ്. ഓപ്ഷൻ ബി ബെഡ് സൈഡ് ക്ലിനിക്കാണ്. ഓർഗനൈസ്ഡ് ക്ലിനിക്കൽ ഇൻസ്ട്രക്ഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് ദ പേഷ്യൻ്റെ പ്രസൻസിൽ നമ്മൾ ക്ലിനിക്കൽ ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നതിനെയാണ് ബെഡ് സൈഡ് ക്ലിനിക് എന്ന് പറയുന്നത്. അപ്പോൾ 2015 നമ്മുടെ PSCക്ക് നഴ്സിംഗിൽ നിന്നും GK ഉണ്ടായിരുന്നല്ലേ, നഴ്സിംഗ് പ്ലസ് GK ആണ്. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് GK ആണ്, അത് നമുക്ക് ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് 70 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി കാണും ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ. നമ്മുടെ ഈ സമയത്ത് ഇനി വരുന്ന നഴ്സിംഗ് ട്യൂട്ടറിൽ കുറച്ചുകൂടെ ട്രിക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ
വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.